ഇന്ത്യയുടെ ചരിത്രത്തിലെ ഉണങ്ങാത്ത മുറിവാണ് ബാബറി മസ്ജിദ്. 1992 ഡിസംബർ 6-ന് കോൺഗ്രസ് സർക്കാരിന്റെ മൗനാനുവാദത്തോടെ സംഘപരിവാർ ഭീകരർ തകർത്തത് 500 വർഷം പഴക്കമുള്ളൊരു മസ്ജിദ് മാത്രമല്ല, രാജ്യത്തിന്റെ മതനിരപേക്ഷതയുടെ താഴികക്കുടങ്ങളായിരുന്നു. 1949 ബാബറി മസ്ജിദിലേക്ക് ഒളിച്ചു കടത്തിയ വിഗ്രഹമെടുത്ത് കടലിലെറിയാൻ പറഞ്ഞത് അന്നത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. നെഹ്റു അടച്ചിട്ട ബാബറി മസ്ജിദ് തുറന്നുകൊടുത്തത് രാജീവ് ഗാന്ധിയും. 1985 ഷബാനു കേസിലെ സുപ്രീം കോടതി വിധി അസ്ഥിരപ്പെടുത്താൻ നടത്തിയ നീക്കങ്ങൾക്ക് മറയിടലായിരുന്നു രാജീവ് ഗാന്ധിയുടെ ലക്ഷ്യമെങ്കിലും രാഷ്ട്രീയ ഹിന്ദുത്വത്തിന് അത് സുവർണാവസരമായി. രാജ്യത്ത് വർഗീയതയുടെ രഥയാത്രയായി പ്രധാനമന്ത്രി നരസിംഹറാവുവിന്റെ പരോക്ഷ പിന്തുണയോടെ 1992 ഡിസംബർ 6-ന് സംഘപരിവാർ കർസേവകർ പള്ളി പൊളിച്ചു. കലാപങ്ങളിൽ 2000-ഓളം മനുഷ്യജീവനുകൾ പൊലിഞ്ഞു. 2020 CBI പ്രത്യേക കോടതി വിധിയായിരുന്നു. എന്നാൽ രസം, ബാബറി മസ്ജിദിന്റെ തകർച്ച വെറും ആകസ്മികമെന്ന് പറഞ്ഞ കോടതി അദ്വാനിയും ഉമാഭാരതിയും മുരളി മനോഹർ ജോഷിയും ഉൾപ്പെടെ 32 പ്രതികളും കുറ്റക്കാരല്ലെന്ന് വിധിച്ചു. ഒരു രാജ്യത്തിന്റെ വിധി. ബാബറി മസ്ജിദ് പൊളിച്ചതിന്റെ ഉണങ്ങാത്ത മുറിവിനെ അസാധാരണമായ ആഘാതശേഷിയോടെ അനശ്വരമാക്കിയ NS മാധവന്റെ കഥ തിരുത്ത് അതു സംബന്ധിച്ച സംഘപരിവാർ ആഖ്യാനങ്ങളുടെ തിരുത്താണ്. കഥയിലെ KK ചുല്യാറ്റ് എന്ന പത്രാധിപർ പേന ഉളിപോലെ പിടിച്ച് തർക്കമന്ദിരം എന്ന പദം പലതവണ വെട്ടി ബാബറി മസ്ജിദ് എന്ന് തന്നെ വലിയ അക്ഷരത്തിൽ എഴുതിയപ്പോൾ അതൊരു രാഷ്ട്രീയ നിലപാടായിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മതനിരപേക്ഷതയുടെ മിനാരങ്ങൾ തകർന്നു വീണ മണ്ണിൽ വീണ്ടും വർഗീയതയുടെ ഗോപുരമുയർന്നപ്പോൾ മാധ്യമങ്ങൾക്കൊപ്പം ബോധശൂന്യരായി നരേന്ദ്രമോദിക്ക് മുന്നിൽ സാഷ്ടാംഗം വീഴുകയായിരുന്നില്ല അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിലെ ജനങ്ങൾ. അവർ ബാലറ്റ് ഉളി പോലെ പിടിച്ച് വെട്ടിയൊതുക്കിയത് BJP സ്ഥാനാർത്ഥി ലല്ലു സിംഗിനെ മാത്രമല്ല, നരേന്ദ്രമോദിയെയും മോദിക്ക് ജയഭേരി മുഴക്കിയവരെയുമാണ്. കാശി മഥുര ബാക്കി ഹേ എന്ന മുദ്രാവാക്യം വിപുലീകരിച്ച് സംഘപരിവാർ ഇപ്പോൾ സംബൽ മസ്ജിദിനെയും അജ്മീർ ദർഗയെയും ദില്ലി ജുമാ മസ്ജിദിനെയും തർക്കപ്രദേശമാക്കുമ്പോൾ ഒരു തിരുത്താകാൻ ഇനിയും ഇവിടെ മതനിരപേക്ഷതയുടെ ജീവൻ ബാക്കിയാണെന്ന് തന്നെയാണ് ഈ ബാബറി മസ്ജിദ് ദിനവും ഉറക്കെ പറയുന്നത്. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്.